നിങ്ങളോട് ഇവിടെ നിറയെ ഫ്ലെക്സ് വെക്കാൻ പറഞ്ഞിട്ട് ഒരൊറ്റ ഫ്ലെക്സ് പോലും വെച്ചിട്ടില്ലല്ലോ. ചേച്ചി പാർട്ടി പേര് അനൗൺസ് ചെയ്താൽ നമുക്ക് ഫ്ലെക്സ് വെക്കാൻ പറ്റില്ല. ഒരു 4 ചായ ഇവിടെ സ്ട്രോങ്. എനിക്ക് സ്ട്രോങ് കേട്ടോ. എനിക്കൊരു ലൈറ്റ്. അന്ന് നിങ്ങളൊക്കെ ഓക്കെ പറഞ്ഞതാണല്ലോ. 2 ദിവസത്തിനുള്ളിൽ പാർട്ടി അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്താൽ പിന്നെ ഈ ജംഗ്ഷനിൽ അപ്പുറത്തെ ജംഗ്ഷനിൽ മൊത്തം നമ്മുടെ ഫ്ലെക്സ് ആയിരിക്കും. ഞങ്ങളില്ലേ കൂടെ. ഇപ്രാവശ്യവും ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ മെമ്പറാവും. കുരിശ് ഇവിടെ ഉണ്ടോ? എനിക്ക് ഇവളുടെ മുഖം കാണുന്നതേ കല്യ. ഇവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. വോട്ട് പറയും. അടുത്ത സ്ഥാനാർത്ഥി വന്നല്ലോ. ചിരിച്ചോട്ടാ, ഇതൊരു സ്ഥാനാർത്ഥിയല്ല. പോയേട്ടാ, എന്റെ പട്ടി ചിരിക്കും അവളോട്. എന്നാലും ഒരു പഞ്ചമീന സ്ഥാനാർത്ഥിയാക്കിയത് എന്തായിരിക്കും? ഇതൊരു ക്രിസ്ത്യൻ മെജോറിറ്റി വാർഡ്. ഇവിടെ പഞ്ചമീന പൊട്ടി പോളിഷ്. അതെന്താ സംഭവം? ഈ വാർഡിൽ ക്രിസ്ത്യൻസ് ആണോ കൂടുതൽ? അതെ, ജാതിയൊക്കെ നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കുന്നത്? പിന്നല്ലാതെ എല്ലാ സമവാക്യങ്ങളും നോക്കും. അതെ, നിങ്ങൾ എന്നെ ജയിക്കുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ജയിച്ചില്ലെങ്കിൽ സമവാക്യല്ല, സമവാക്കത്തെ ഞാൻ എടുക്കാം. നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഒരു ചായക്കടയും കിട്ടിയില്ലേ? എനിക്കതിന്റെ മുഖം കാണുന്ന ഭ്രാന്ത് പിടിക്കും. ഇവിടെ വന്നാലേ ഈ നാട്ടിൽ ട്രെൻഡ് അറിയാൻ പറ്റും. അതവിടെ തന്നെ. ഒരു ട്രെൻഡ്. അതെ, എതിർ സ്ഥാനാർത്ഥിയാ. ജസ്റ്റ് നോക്കി ചിരിക്കുന്നത് നല്ലതാ. ആരെ? അവളെ നോക്കിയാ? ഞാനൊന്നും പറയണല്ലേ. അതെ, ആര് ജയിച്ചാലും ഈ റോഡ് നന്നാക്കി തരണം കേട്ടോ. ഒരു 1.5 കിലോമീറ്റർ റോഡ് വളരെ മോശമായിട്ടാണ്. ഈ റോഡല്ലേ, അത് നമ്മൾ ഏറ്റു. രാമേട്ടാ, ഈ റോഡ് ഞാൻ ശരിയാക്കി തരും. അതിന് നീ ജയിച്ചിട്ട് വേണ്ടേ? അതെ, ജയിക്കണത് ഞാൻ തന്നെയാണ്. നീ പോയി ആ തണ്ണിമത്തൻ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ആളെ പറ്റിക്കണ പരിപാടി വന്നു. ഇത് എൻ്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചിട്ടുണ്ടല്ലോ, കയ്യിൽ ചൂടച്ചായെന്ന് ഞാൻ ഓർക്കില്ല. അന്ന് നീ ഒന്ന് ഒഴുക്കി, ഞാൻ കാണട്ടെ. ആര് ജയിച്ചാലും ഈ റോഡ് ശരിയാക്കി തന്നാൽ അതിന്റെ പേരിൽ നിങ്ങൾ തല്ലുകൂടാൻ നിൽക്കണ്ട. അതെ രാമേട്ടാ, 145 കിലോമീറ്റർ ഉള്ള ചാലക്കുടിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഈ 1.5 കിലോമീറ്റർ റോഡും ഈ വാർഡും ഈ പഞ്ചമിക്കുള്ളതാ. കാണാം.